പച്ചപ്പ് നഷ്ടപ്പെട്ട അയ്യപ്പൻകോവിൽ സുൽത്താനിയ അമ്പലമേട്ടിൽ 50 ഏക്കറോളം ഏലം ഉണങ്ങി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഹങ്ങളാണ് നശിച്ചത്. വരും വർഷത്തേക്കുള്ള കരുതൽ പോലും നഷ്ടപ്പെട്ട കർഷകർ ആത്മഹത്യാ ഭീഷണിയിലാണ്. ഒരായുഷ്കാലം പണിതുണ്ടാക്കിയ ഏലത്തോട്ടമാണ് കർഷകരുടെ കൺമുന്നിൽ ഉണങ്ങിക്കരിഞ്ഞത്. വിത്തിന് പോലും അവശേഷിക്കാതെ കരിഞ്ഞുണങ്ങിയത് കർഷകരുടെ ജീവിതമാണ്. അയ്യപ്പൻകോവിൽ, സുൽത്താനിയ അമ്പലമേട്, അരമ്പുളിക്കൽ അഷറഫ്, കുന്നേൽ ഔസേപ്പച്ചൻ, പാറയ്ക്കൽ കബീർ, വലക്കമറ്റൻ റോയി, വലക്കമറ്റൻ ഷൈജു, 6 ഏക്കർ സുധാകരൻ എന്നിവരുടെ 50 ഏക്കർ കൃഷിയിടത്തിലെ ഏലച്ചെടികളാണ് കരിഞ്ഞുണങ്ങി നശിച്ചത്. കുഞ്ഞുങ്ങളെപ്പോലെ ഓമനിച്ച് പരിപാലിച്ച ഏലച്ചെടികളാണ് കൺമുന്നിൽ ഉണങ്ങി നശിച്ചത്. വേനൽ ആരംഭിച്ചതു മുതൽ വെള്ളമൊഴിച്ച് പരിപാലിച്ച് വരുമ്പോഴാണ് കുളവും കിണറും പറ്റിയത്. ജലസേചനം നിർത്തിയതോടെ ഉണക്കും ബാധിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് പരിപാലിച്ച ചെടികൾക്ക് കാലാവസ്ഥയാണ് വില്ലനായത്. 110 ദിവസത്തെ കൊടുംചൂടാണ് കർഷകരുടെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുന്നത്. താമസിക്കുന്ന ഒരു കർഷകനാണ്. എൻ്റെ 6 ഏക്കറോളം ചെടി പാടെ പോയി. അതിന് എന്തെങ്കിലും, എൻ്റെ തന്നെയല്ല, ഈ നാട്ടിലുള്ള എല്ലാവരുടെയും 99% ചെടിയും പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരടിയന്തര സഹായം ഞങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാ കർഷകർക്കും, എനിക്ക് മാത്രമല്ല, അതുപോലെ തന്നെ 9-ാം തീയതിക്ക് മുമ്പ് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് കൃഷിഭവനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃഷിഭവനിന് ഞങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ യാതൊരു ഒരു പേപ്പറുകളോ വാട്സപ്പിൽ വിടുവോ ഒന്നും ചെയ്തിട്ടില്ല. വിലയിടിവിൽ നട്ടം തിരിഞ്ഞ കർഷകർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധമാണ് ഏലം ഉണങ്ങി നശിച്ചിരിക്കുന്നത്. 50 ഏക്കറിലധികം നഷ്ടമായിട്ടും കൃഷിവകുപ്പ് അനങ്ങാപ്പറ നയം സ്വീകരിക്കുകയാണ്. 9-ന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഉത്തരവ് നൽകിയിട്ടും ഭൂമിയിൽ പരിശോധന നടത്താനോ അറിയിപ്പ് നൽകാനോ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഈ നിലയിൽ താപനില ഇങ്ങനെ തുടർന്നാൽ ഏലത്തിന് പിന്നാലെ മറ്റു വിളകളും നഷ്ടമാകുന്ന അവസ്ഥയിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. കൃഷി നശിച്ചതോടെ കർഷകർ വലിയ കടക്കണിയിലാണ്. ഇതോടെ കർഷകർ ആത്മഹത്യാ ഭീഷണിയിലുമായി. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.